പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ പത്തനംതിട്ട യൂണിയൻ്റെ ഈ യുക്തിചിന്താ സെമിനാർ വളരെ കാലികവും സമയോചിതവുമായിട്ടുള്ള മാനവികതയെക്കുറിച്ചുള്ള മനുഷ്യത്വം വ്യക്തമാക്കുന്ന ഹ്യൂമനിസ്റ്റ എന്ന പേരിൽ 2025 ഏപ്രിൽ 20 ഞായറാഴ്ച, പ്രത്യേകിച്ചും ഈ ഈസ്റ്റർ ദിനത്തിൽ തന്നെ ഉയിർപ്പിൻ്റെയും ജീവൻ്റെയും ഒക്കെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഈ ഈസ്റ്റർ ദിനത്തിൽ തന്നെ അത് സംഘടിപ്പിച്ച എല്ലാ സഹോദരങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാവർക്കും യുക്തിവാദി സംഘത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെ ആധുനികതയെ, കേരളത്തിൻ്റെ നവോത്ഥാന ആധുനികതയെ മാനിക്കുന്ന എല്ലാ ബഹുജനങ്ങളെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ആ ആധുനികതയെ, അതായത് സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങൾ എന്ന് പറയുന്ന ആധുനികതയുടെ ജനായത്ത മൂല്യങ്ങളെ നമ്മുടെ ഭരണഘടനയുടെ ബാബാ സാഹേബ് അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ആധാരമൂല്യങ്ങളായിരിക്കുന്ന ആധുനികതയുടെ ജനായത്ത മൂല്യങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങൾ അത് പരിപാലിക്കാനും നമ്മുടെ ഭരണഘടനയുടെ യഥാർത്ഥ അന്തസ്സത്തയെ, ഈ ജനായത്ത ആധുനിക മൂല്യങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ വിപുലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തന്നെ ആശയ സംവാദങ്ങളുടെ ബോധനത്തിൻ്റെ, ബഹുജന ബോധനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വളരെ അർത്ഥപൂർണമായിട്ടുള്ള കാലികമായ രാഷ്ട്രീയ സാമൂഹ്യ സംവാദം, ഈ മതം മനുഷ്യന് ആവശ്യമോ എന്ന പേരിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ സംഘാടകനായിരിക്കുന്ന അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രബന്ധങ്ങളും ഭാഷണങ്ങളും നടത്തുന്ന മറ്റ് അനൂപ് ഐസക്ക്, അരുൺ മോഹൻ, ഷാജി ആലപ്ര, MD ഋഷികുമാർ, ഇമാം മദീന, മറ്റ് സുഹൃത്തുക്കൾ, ഇവരെയൊക്കെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആധുനികതയെക്കുറിച്ച് നാം പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിലാണ് യഥാർത്ഥത്തിൽ ആധുനികതയുമായിട്ടുള്ള ഒരു അഭിമുഖം നമ്മുടെ നാട്ടിലുണ്ടായത് എന്ന് നാം പൊതുവെ പറയാറുണ്ട്. അപ്പോൾ പാശ്ചാത്യ ആധുനികതയുടെ ജ്ഞാനോദയ ചിന്തയിൽ അടിയുറച്ചിട്ടുള്ള, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങളിൽ അടിയുറച്ചിട്ടുള്ള, മനുഷ്യരുടെ ഏകത്വത്തെ ഊന്നുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുരോഗതിയെ ചാലകമാക്കുന്ന പല പരിമിതികളുണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള വിമർശങ്ങൾ ജ്ഞാനോദയ ആധുനികതയെക്കുറിച്ചുണ്ട്. പ്രത്യേകിച്ചും പോസ്റ്റ് കൊളോണിയലായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അതിൻ്റെ യൂറോ കേന്ദ്രിതത്വത്തെ തന്നെ പല രീതിയിൽ നാം വിമർശിക്കേണ്ടതായിട്ടുണ്ട്. പാശ്ചാത്യ അധിനിവേശത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ആധുനികത ഇന്ത്യയെപ്പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ വിമർശങ്ങളൊക്കെ ഇരിക്കെ തന്നെ പലതരം വിമർശങ്ങളും പരിമിതികളുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും മാനവികതയെക്കുറിച്ചുള്ള ചിന്തയിൽ, മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തയിൽ, നീതിയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ, നീതിക്ക് മുമ്പിൽ എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന സങ്കല്പത്തിലൊക്കെ തന്നെ തത്വാധിഷ്ഠിതമായ തലത്തിൽ ഒരു സമവായം അല്ലെങ്കിൽ ഒരു പ്രാഥമികത ഈ പറയുന്ന ജ്ഞാനോദയ ആധുനികത ചിന്ത ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 18-19 നൂറ്റാണ്ടുകളിൽ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി തന്നെ അത് ഇവിടെ കടന്നു വരികയുണ്ടായി. അപ്പോൾ അത് ഇന്ത്യയെപ്പോലെയുള്ള പ്രാചീന സമൂഹങ്ങളിൽ, പ്രത്യേകിച്ചും മധ്യകാലത്തോടുകൂടി 8, 10, 12 നൂറ്റാണ്ടുകളോടുകൂടി ഈ ചാതുർവർണ്ണത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും ഭീകരതയിലേക്ക് വീണുപോയ ഇന്ത്യയെപ്പോലെയുള്ള സമൂഹങ്ങളിൽ വളരെയധികം വിമോചനാത്മകമായ ഫലങ്ങൾ, മാനവികതയെക്കുറിച്ച്, മനുഷ്യൻ്റെ തുല്യതയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സമത്വ സങ്കല്പത്തെക്കുറിച്ച്, സോഷ്യലിസ്റ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ഥിതി സമത്വ, സാമൂഹ്യ സമത്വവാദത്തിലൊക്കെ വളരെയധികം പ്രയോജനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടേതായിട്ടുള്ള ഒരു ആധുനികത, ഒരു ഇന്ത്യൻ ആധുനികത, അല്ലെങ്കിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു സവിശേഷമായ ആധുനികത നമുക്ക് വലിയ ചിന്തകരിൽ നിന്ന്, എഴുത്തുകാരിൽ നിന്ന്, പ്രക്ഷോഭകരിൽ നിന്ന്, സാമൂഹ്യ
വിമർശകരിൽ നിന്നും സാമൂഹ്യ പ്രയോക്താക്കളിൽ നിന്നുമൊക്കെ വികസിച്ച് വരികയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി അതിൻ്റെ ഒരു സവിശേഷത, ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി ഓഫ് കേരള എന്ന് പ്രൊഫസർ എ അയ്യപ്പനൊക്കെ പറയുന്ന രീതിയിൽ ഒരു കേരളത്തിൻ്റേതായ സവിശേഷമായ ഒരു വ്യക്തിത്വവും ഒരു ആധുനികതയുടെ ഒരു കർത്തൃത്വവും മനുഷ്യ കർത്തൃത്വവും ഒക്കെ രൂപീകരിക്കപ്പെട്ട് വരികയുണ്ടായി. അപ്പം അതിനെക്കുറിച്ചാണ് നാം എപ്പോഴും കേരളത്തിൻ്റെ ആധുനികത, കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വിപ്ലവങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നത്. കേരളത്തിൻ്റെ ജനായത്തവൽക്കരണത്തിലേക്ക് നയിക്കപ്പെട്ട അല്ലെങ്കിൽ നയിച്ച വലിയ പോരാട്ടങ്ങളാണ് ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെ ഏകതയെ ഊന്നുന്ന, പ്രത്യേകിച്ചും നാരായണ ഗുരുവിൻ്റെ ചിന്തയിലും മനുഷ്യാണം, മനുഷ്യത്വം, ജാതി എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യരുടെ ഒക്കെ തന്നെ ഏകത, തുല്യത എന്ന് പറയുന്നത് അവരൊക്കെ ഒറ്റ ജാതിയായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒറ്റ സ്പീഷീസ് ആയിരിക്കുന്നതാണ്. ആധുനികതയുടെ തന്നെ ഇവിടെ രാജു വാടാനപ്പള്ളിയൊക്കെ വിശദീകരിക്കുന്ന ആ പരിണാമ സിദ്ധാന്തത്തിൻ്റെയൊക്കെ തന്നെ ആധുനിക ജീവശാസ്ത്രങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഗുരു ഒരു സ്പീഷീസായിട്ടാണ് പുണർന്നു പെറുന്നതെല്ലാം ഒരിനം എന്ന രീതിയിൽ അതിനെ വിശദീകരിച്ചു. അപ്പോൾ ആ രീതിയിൽ വിപുലമായിട്ടുള്ള മനുഷ്യസങ്കല്പം, ആഗോളമായിട്ടുള്ള ഒരു മനുഷ്യസങ്കല്പം, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം, മനുഷ്യരുടെ പൗരാവകാശങ്ങളെക്കുറിച്ചും ഒരു പ്രത്യേക റിപ്പബ്ലിക്കിലെ മൗലികാവകാശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സങ്കല്പങ്ങൾ അങ്ങനെയാണ് ആധുനികതയുടെ തന്നെ ഭാഗമായിട്ടാണ് രൂപീകരിക്കപ്പെട്ട് വന്നത് എന്ന് നമുക്കറിയാം. അത് ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹാരാഷ്ട്രത്ത് മഹാത്മാ ഫൂലെയാണ് അത് തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. സത്യശോധക സമാജം സ്ഥാപിച്ചുകൊണ്ടും തൊട്ടുകൂടാത്തവർക്ക് വേണ്ടിയുള്ള, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും ഫൂലെയും അതുപോലെ സാവിത്രിബായിയും അവരെ സഹായിച്ചിട്ടുള്ള മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷെയ്ഖുമാരും ഫാത്തിമ ഷെയ്ഖ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ഇന്ത്യൻ ആധുനികതയുടെ ആധാരമായിട്ട്, ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവങ്ങളുടെ ഒരു തുടക്കമായിട്ട് നമുക്ക് ആധുനിക കാലത്ത് കാണാവുന്നത്. ഫൂലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദേശീയവാദത്തിൽ നിന്ന് പോലും വിച്ഛേദിക്കണം. കാരണം അത് പരമ്പരാഗതവും ബ്രാഹ്മണികവുമായിട്ടുള്ളൊരു ഹൈന്ദവ ദേശീയവാദമാണ് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മാഭിമാനമുള്ളവരാരും തന്നെ അതിൽ ചേരേണ്ടതില്ല. ബഹുജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ജനായത്ത അവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വിദ്യാഭ്യാസ മറ്റ് പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് തുടരേണ്ടത്. അത് ഒരുപക്ഷെ ഈ ദേശീയതയ്ക്ക് കടകവിരുദ്ധമായ രീതിയിൽ തുടരേണ്ടി വരും എന്ന സൂചന തന്നെ ഫൂലെയുടെ പ്രഖ്യാപനത്തിലുണ്ട്. അപ്പം അതുപോലെ തന്നെ നാരായണ ഗുരുവിലേക്ക് വരുമ്പോൾ 1914 തന്നെ ഗുരു പ്രഖ്യാപിച്ചു, നമ്മുടെ ഗുരുക്കന്മാർ എന്ന വിഖ്യാതമായ പ്രസ്താവത്തിൽ ഗുരു പറഞ്ഞു, നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് അവർ ജയിക്കാൻ വേണ്ടി നാമൊക്കെ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും പോലും ചെയ്യേണ്ടതാണ് എന്നാണ് ബ്രിട്ടീഷുകാരെക്കുറിച്ച് അല്ലെങ്കിൽ യൂറോപ്യന്മാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കാരണം പാശ്ചാത്യ ആധുനികത അത്രമാത്രം ബോധോദയപരമായിരുന്നു, അത്രമാത്രം വിമോചനാത്മകമായിരുന്നു. അന്നത്തെ ജാതി വർണ്ണ സന്ദർഭത്തിൽ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഈ അതിഭീകരമായ അപമാനവീകരണങ്ങളെ ഏതാണ്ട് 1000 വർഷത്തോളം കേരളത്തെ സംബന്ധിച്ച് 1000 വർഷത്തോളം 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങി അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടോടുകൂടി സ്ഥാപിതമായി തുടങ്ങിയ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ 1000-1200 വർഷത്തെ കിരാതവാഴ്ചയെ വെട്ടുന്ന അല്ലെങ്കിൽ അതിനെ അല്പമെങ്കിലും അസ്ഥിരപ്പെടുത്തുന്ന മാനവികതയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്കൊരു സന്ദർഭമെങ്കിലും തരുന്ന ഒരു ബോധോദയ സന്ദർഭമായി ആധുനികതയെ കാണുകയും പാശ്ചാത്യ ജ്ഞാനോദയ ആധുനികതയെ തന്നെ സ്വാതന്ത്ര്യ സമത്വ സഹോദര്യങ്ങളെ തൻ്റെ ഗുരുക്കന്മാരായി കാണുകയും മാത്രമല്ല അതിനെ രാമരാജ്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഹൈന്ദവ രാജ്യം, എന്തുകൊണ്ട് ഹിന്ദുരാഷ്ട്രം അല്ലെങ്കിൽ രാമരാജ്യം വേണ്ട എന്നും കൂടി അദ്ദേഹം വിശദീകരിച്ചു. കാരണം സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദ്രാദിയായിട്ടുള്ള ശംഭൂകൻ്റെ ഗതിയാവും നമുക്കൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരുക്കന്മാരായിരിക്കുന്നത് പാശ്ചാത്യരാണ്, യൂറോപ്യന്മാരാണ്, യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ ജ്ഞാനോദയ ആധുനികതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുതന്നെയാണ് നമുക്ക് തമിഴകത്തെ നവോത്ഥാനം പണ്ഡിറ്റ് അയോധ്യദാസരുടെ നവോത്ഥാനം പരിശോധിച്ചാലും മനസ്സിലാകുന്നത് നാരായണ ഗുരുവിനും ഫൂലെയ്ക്കും തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ഒരു നവോത്ഥാനമാണ്, അല്ലെങ്കിൽ ഏതാണ്ട് സമകാലികമായിട്ട് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ളതാണ്.
അപ്പോൾ അവിടെ പണ്ഡിറ്റ് അയോധ്യ ദാസർ എന്ന ആ ദളിത പണ്ഡിതൻ പോരാളി, അദ്ദേഹം ബുദ്ധമതം തന്നെ സ്വീകരിക്കുകയും അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് ഒരു ശാക്യ ബുദ്ധിസ്റ്റ് സൊസൈറ്റി സ്ഥാപിക്കുകയും തമിഴകത്തെ എല്ലാ ദളിതരെയും അതിലേക്ക് ഉൾച്ചേർക്കാൻ ശ്രമിക്കുകയും ബ്രിട്ടീഷ് സെൻസസ് വരുന്ന സമയത്ത് കാസ്റ്റ്ലെസ് ദ്രവിഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഹിന്ദുത്വത്തിന് പുറത്തുള്ള ജാതിബാഹ്യരായിട്ടുള്ള വർണ്ണബാഹ്യരായിട്ടുള്ള ജാതിരഹിതരായിട്ടുള്ള ദ്രാവിഡ വംശജർ, ആദിദ്രാവിഡർ എന്ന രീതിയിൽ അദ്ദേഹം സെൻസസിലേക്ക് അവിടുത്തെ പറയരെയും പള്ളരെയും ദളിതരെയും ഒക്കെ ചേർക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനം കൊടുക്കുകയുണ്ടായി. തമിഴകത്തിൻ്റെ തന്നെ ബൗദ്ധ ചരിത്രമായിട്ടുള്ള ഇന്ദിരദേശ ചരിത്രം എഴുതി. ദ്രാവിഡ പ്രസ്ഥാനത്തിന് തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് ദ്രാവിഡ പാണ്ഡ്യൻ എന്ന ഒരു ജേണൽ തന്നെ നടത്തുകയും തമിഴിനെ തന്നെ വലിയ വിശ്വ സംസ്കാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് തമിഴൻ എന്ന് പറയുന്ന ഒരു പൈസ തമിഴൻ എന്ന് പറയുന്ന ജേണൽ അദ്ദേഹം ഇറക്കുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയൊക്കെ തന്നെ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നതാകട്ടെ, മഹാത്മാ ഫൂലെയുടെ നേതൃത്വത്തിൽ പശ്ചിമ ഇന്ത്യയിൽ മഹാരാഷ്ട്രത്ത് നടന്നത്, അംബേദ്കർ തന്നെ ഒരു മാതൃകയായിട്ട് തൻ്റെ ഗുരുക്കന്മാരായി സ്വീകരിക്കുന്നത് ബുദ്ധനെയും കബീറിനെയും സൂഫി കവിയായിട്ടുള്ള കബീറിനെയും മഹാത്മാ ഫുലെയുമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അംബേദ്കർ പ്രസ്ഥാനത്തിന് പോലും ഇന്ത്യൻ ആധുനിക ഭരണഘടനയുടെ സ്ഥാപനത്തിലേക്ക് നയിച്ച, അംബേദ്കർ നയിച്ചിട്ടുള്ള ആധുനികമായിട്ടുള്ള ജനായത്ത പ്രസ്ഥാനത്തിന് പോലും മാതൃകയും അവസരവും ഒരുക്കുന്ന രീതിയിൽ ഫൂലെ അടക്കം നടത്തിയിട്ടുള്ള ഈ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ആധുനികതയുടെ വിമോചനാംശങ്ങൾ, മൂല്യങ്ങൾ, വളരെയധികം നിർണായകമായ ഇംഗ്ലീഷ് ഭാഷ, ആധുനികതയുടെ മൂല്യങ്ങൾ, ജനായത്ത മൂല്യമണ്ഡലം മാത്രമല്ല, ആധുനികതയുടെ വിദ്യാഭ്യാസം, ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രത്യേകിച്ചും സവിശേഷമായ, അതുകൊണ്ടാണ് നാരായണ ഗുരു തന്നെ ഇംഗ്ലീഷ് പോലും പഠിക്കാത്ത നാരായണ ഗുരു പോലും പറഞ്ഞു, ഇംഗ്ലീഷുകാരാണ് നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാർ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ ബോധോദയപരമായിട്ടുള്ള ഒരു ഇടപെടൽ 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ ചുരുങ്ങിയത് ആധുനികതയുടെ ഈ വിമോചനാംശങ്ങളെ, ജനായത്ത മൂല്യങ്ങളെ അംഗീകരിക്കുക, സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങളെ, സാമൂഹ്യമായ നീതിചിന്തയെ, മനുഷ്യ തുല്യതയെ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജനായത്ത അവകാശങ്ങളെ, മൗലികാവകാശങ്ങളെ, പൗരാവകാശങ്ങളെ, ജനായത്ത അവകാശങ്ങളെയൊക്കെ അംഗീകരിക്കുക, അതിനുവേണ്ടി നിലപാടെടുക്കുക, അതിനെയാണ് നാം ആധുനികത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ജനായത്വത്തിൻ്റെ പ്രാഥമിക പ്രക്രിയയായിട്ടുള്ള പ്രാതിനിധ്യവാദം വളരെ നിർണായകമായി വരുന്നത്. അവിടെയാണ് പ്രവേശനം എവിടെയൊക്കെ നിഷേധിക്കപ്പെടുന്നോ അവിടെയൊക്കെ മനുഷ്യരെന്ന നിലയിൽ കടന്നു കയറണം, ഏത് പന്തിയിലും കടന്നിരിക്കണം, മൂടിവെച്ച പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കണം, മനുഷ്യനെ തൊട്ടാൽ അശുദ്ധിയാണ് എന്ന് കരുതുന്നവർക്ക് ഒന്നും സ്വതന്ത്രമായി നിന്ന് ചെയ്യാൻ അവസരം കൊടുക്കരുത് എന്ന അർത്ഥത്തിലുള്ള പ്രസ്താവന 1924 ഒരു നൂറ്റാണ്ട് മുമ്പ്, 101 വർഷം മുമ്പ് വൈക്കം പോരാട്ടത്തിൻ്റെ വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അടിസ്ഥാന മനുഷ്യാവകാശത്തിന് വേണ്ടി, പൊതുവിട പ്രവേശം എന്ന് പറയുന്ന അടിസ്ഥാന പൗരാവകാശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാംസ്കാരികമായിട്ടുള്ള മൗലികാവകാശത്തിന് വേണ്ടി ഗുരു നടത്തിയ ഒരു പ്രസ്താവന. അപ്പോൾ ഇതൊക്കെ നാം നോക്കിയാൽ അറിയുന്നത് പ്രാതിനിധ്യം, പ്രവേശനം, പ്രാതിനിധ്യം ഇത് ജനായത്ത പ്രക്രിയയിലൊക്കെ തന്നെ അടിസ്ഥാനപരമാണ്. മനുഷ്യ തുല്യതയെ, മനുഷ്യരെ ഒറ്റ ജാതിയായി, ഒറ്റ സ്പീഷീസായി നാം അംഗീകരിക്കുന്നുവെങ്കിൽ അവരുടെ പ്രവേശനത്തെ തടയാൻ പാടില്ല. അവരുടെ പ്രവേശനത്തിനും പ്രാതിനിധ്യത്തിനുമുള്ള മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന 3-ാം അധ്യായത്തിൽ മൗലികാവകാശങ്ങളിൽ ബാബാ സാഹേബ് അംബേദ്കർ വ്യക്തമാക്കുന്നത് പോലെ എല്ലാ മനുഷ്യരുടെയും പൗരരുടെയും ഒരു ഇന്ത്യൻ പൗരന്മാരുടെ പ്രത്യേകിച്ചും മൗലികാവകാശമാണ് നമ്മുടെ പ്രാതിനിധ്യം എന്നുള്ളത്. അപ്പോൾ പ്രാതിനിധ്യത്തെ അംഗീകരിക്കുക, അത് സാമൂഹ്യ വിഭാഗങ്ങളുടെ സാമൂഹ്യ ശ്രേണീകരണം അല്ലെങ്കിൽ വിഭജനോന്മുഖമായിട്ടുള്ള ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥയുടെ ശ്രേണീകൃത അസമത്വം നിലനിർന്ന സമൂഹത്തിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ പര്യാപ്തമായിട്ടുള്ള ന്യായവും പര്യാപ്തവുമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ആ സാമൂഹ്യമായ ജനായത്വം
ഉൾച്ചേർക്കൽ, പങ്കാളിത്തം, ഭരണ പങ്കാളിത്തം. ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭരണത്തിലും പൊതുമണ്ഡലത്തിലും പങ്കാളിത്തം കിട്ടുമ്പോൾ മാത്രമാണ് അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി മാറുന്നത്. അവർക്ക് സമത്വമുണ്ട് എന്ന് പറയുന്നതെങ്കിൽ അവർക്ക് സ്ഥിതി സമത്വവും അവസര സമത്വവും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് സാമൂഹ്യ നീതിയുടെയും സാമൂഹ്യ പ്രാതിനിധ്യത്തിൽ അടിയുറച്ച ജനായത്ത ചിന്തയുടെയും പ്രാഥമികത ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും നിർണായകമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, പഴയ ശ്രേണീകൃത അസമത്വമായ ജാതി വ്യവസ്ഥയെ, ജാതി ലിംഗ വർണ്ണാശ്രമ വ്യവസ്ഥയെ അത് അസാധുവാക്കുന്നു, കുറ്റകരമാക്കുന്നു, നിയമം മൂലം നിരോധിക്കുകയും അസാധുവാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമൂഹത്തിലാണ് ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പല അംശങ്ങളും തിരിച്ചു വരികയും തിരിച്ചു കൊണ്ടുവരികയും ഭരണഘടനയുടെ ആധാരമായിട്ടുള്ള സാമൂഹ്യ പ്രാതിനിധ്യത്തിനെ പരിപൂർണമായും റദ്ദ് ചെയ്യുന്ന വിധത്തിൽ അമിതമായി പ്രാതിനിധ്യത്തിൽ ഓൾറെഡി ഇരിക്കുന്ന, ഇതിനകം തന്നെ കഴിഞ്ഞ 100, 120 അല്ലെങ്കിൽ 200 വർഷമായി, പ്രത്യേകിച്ച് മലയാളി മെമ്മോറിയലിൻ്റെ തലം തൊട്ടെങ്കിലും ചുരുക്കത്തിൽ തിരുവിതാംകൂറിലൊക്കെ അമിത പ്രാതിനിധ്യത്തിലേക്ക് കയറിപ്പറ്റിയിരിക്കുന്ന ചില കുത്തക വിഭാഗങ്ങൾക്ക് അവർക്ക് സാമ്പത്തിക പരാധീനത അല്ലെങ്കിൽ സാമ്പത്തിക ദൗർബല്യം, എക്കണോമിക് വീക്ക്നെസ് പറഞ്ഞുകൊണ്ട്, ഇല്ലാത്ത സാമ്പത്തിക ദൗർബല്യം പറഞ്ഞുകൊണ്ട് അവർക്ക് വീണ്ടും അമിത പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക്, ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഇന്ത്യൻ ഭരണകൂടവും അതിനു മുമ്പ് തന്നെ അതിന് മാതൃക കാണിച്ചുകൊണ്ട് കേരള ഭരണകൂടവും നീങ്ങുന്ന ഒരവസ്ഥ നാം കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ കണ്ടു. 2018 അത് സംഭവിച്ചത്. ദേവസ്വം ബോർഡിൽ ഒരു പ്രത്യേക സവർണ ജാതിക്കാർ അവർ 96% 2018 തന്നെ. അപ്പോൾ അവർക്ക് സാമ്പത്തികമായ ദൗർബല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വീണ്ടും 10% കൂടി സംവരണം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരികയുണ്ട്. ഇതിനാണ് സവർണ സംവരണം അല്ലെങ്കിൽ സവർണർക്ക് മാത്രമായിട്ടുള്ള സാമ്പത്തിക സംവരണം എന്ന പരിപാടി അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ ഭരണഘടനയ്ക്കോ നീതിവ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ സാമൂഹ്യ നീതി ചിന്തയ്ക്കോ അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്കുകൾക്കോ ചരിത്രത്തിനോ വർത്തമാനത്തിനോ ഭാവിക്കോ നിരക്കുന്നതാണോ എന്നാണ് നാം അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ സംവരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ റിസർവേഷൻസ് എന്ന് പറയുന്ന ഈ ക്രമീകരണം യഥാർത്ഥത്തിൽ എന്തിനാണ്? പ്രാതിനിധ്യമില്ലാത്ത ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും വെട്ടിനീക്കപ്പെടുന്ന ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ വെട്ടിനീക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അവരുടെ ജനസംഖ്യാനുപാതികമെങ്കിലുമായിട്ടുള്ള, നോമിനലെങ്കിലുമായിട്ടുള്ള, അനുപാതികമല്ലെങ്കിൽ പോലും അല്പം കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും നോമിനലെങ്കിലുമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംവരണം എന്ന് പറയുന്നത്. അതിനുള്ളൊരു ഉപാധിയാണ്, ഒരു ഉപകരണമാണ്. മറ്റ് മാർഗങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. പ്രാതിനിധ്യം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറയുന്ന അടിസ്ഥാന മൗലിക മനുഷ്യാവകാശവും പൗരാവകാശവും ഭരണഘടനാ പരിരക്ഷയും ഉറപ്പാക്കിയാൽ മതി. അപ്പോൾ അതിന് പകരം ചെയ്തതെന്താണ്? അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്നവർക്ക് സാമ്പത്തികം ഒരു ഘടകമേ അല്ലാത്ത രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെ വിഷയത്തിൽ വീണ്ടും അമിത പ്രാതിനിധ്യ കുത്തക ഇരട്ടിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും 100-ലധികം ശതമാനത്തിലേക്ക് പ്രാതിനിധ്യം വളർത്തുകയും ചെയ്തു. അപ്പോൾ അത് സാധ്യമായത് 2018 ശൂദ്രലഹള എന്ന് പറയുന്ന ശബരിമലയിൽ അരങ്ങേറിയ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ലിംഗനീതിക്ക് വേണ്ടിയുണ്ടായ ഒരു വിധിക്ക് എതിരായി നടന്നിട്ടുള്ള ഒരു ലഹളയിലൂടെയാണ്. അതുകൊണ്ടാണ് അതിനെ പല വിമർശകരും, NK ജോസാണ് ഒരു പുസ്തകം തന്നെ എഴുതിയത്, ശൂദ്രലഹള എന്ന് 2019 തന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മാത്രമല്ല, ലോകത്തെ ഏത് ജനായത്ത സംവിധാനത്തിനും ഏത് ആധുനികതയുടെ ഏത് മൂല്യമണ്ഡലങ്ങൾക്കും നിരക്കാത്ത ഒരു പരിപാടിയാണ് കേരളത്തിലൂടെ നടക്കുകയും അത് കേരള ഭരണകർത്താക്കൾ അത് നടപ്പാക്കിയിട്ട് ഈ പറയുന്ന 96% ഒറ്റജാതിക്കാരായിരുന്ന ദേവസ്വം ബോർഡിൽ തന്നെ നടപ്പാക്കിയിട്ട് കേന്ദ്രത്തെ അഥവാ യൂണിയൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിവിടെ നടപ്പാക്കി, നിങ്ങൾക്കെതിരെ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അവരതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് പാർലമെൻറ്റ് തന്നെ പാസ്സാക്കുന്ന അവസ്ഥയിലേക്ക് 103-ാം ഭരണഘടനാ ഭേദഗതിയായി EWS എന്ന ഓമനപ്പേരിൽ, എക്കണോമിക് വീക്കർ സെക്ഷൻസ് എന്ന ഓമനപ്പേരിൽ യഥാർത്ഥത്തിൽ എക്കണോമിക് വീക്ക്നെസ് ഓഫ് സവർണാസ് എന്ന തനി വ്യാജമായിട്ടുള്ള വിരോധാഭാസത്തിലൂടെ അത് നടപ്പാക്കുകയും
ജനങ്ങളെ മുഴുവൻ, ലോകത്തെ മുഴുവൻ മൂഢരാക്കുകയും ചെയ്യുന്ന, വഞ്ചിതരാക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് നടന്നത്. അപ്പോൾ എങ്ങനെ ഇത് ആധുനികതയുടെ പ്രദേശമായ കേരളത്തിൽ കൂടെ തന്നെ സംഭവിച്ചു നാം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആധുനികതയ്ക്ക് ഏറ്റവും പിന്നോട്ടടികൾ, ഏറ്റവും പ്രതിവിപ്ലവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, വർഗീയ ധ്രുവീകരണം തന്നെയാണ്. ഹൈന്ദവീകരണം എന്ന് പറയുന്ന ഭീകരവൽക്കരണത്തിലൂടെ ബ്രാഹ്മണിക മൂല്യമണ്ഡലങ്ങൾ കൊണ്ടുവന്ന് പ്രാതിനിധ്യത്തിൻ്റെയും സ്ഥിതിസമത്വവാദത്തിൻ്റെയും ജനായത്വത്തിൻ്റെയും ഒക്കെ തന്നെ കണക്കുകളെ, സ്ഥിതിവിവര കണക്കുകളെ, നീതി നിയമ സംവിധാനങ്ങളെ അസ്ഥാനത്താക്കുന്ന രീതിയിൽ വിശ്വാസികളുടെ ലഹള കൊണ്ടുവന്നുകൊണ്ടാണ് തീണ്ടാരികളായി സ്വയം മനുഷ്യർ തൊട്ടുകൂടാത്തവരായി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ തീണ്ടാരികളാണെന്ന് പറഞ്ഞ് പിന്നെ തെരുവിലിറങ്ങി വലിയ നാമജപ ഘോഷയാത്രകളും വലിയ വിശ്വാസി ലഹളകളും നടത്തിക്കൊണ്ടാണ് ശബരിമല ശൂദ്രലഹള അരങ്ങേറിയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ജാതിത്തെറി കേൾക്കേണ്ടി വന്നു. ആ ജാതിത്തെറി കേട്ടുകൊണ്ടിരുന്നു കൊണ്ടാണ്, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇരുന്നു കൊണ്ടാണ് ഇതിൻ്റെ പിന്നണിയിലൂടെ ഈ സാമ്പത്തിക സംവരണം ദേവസ്വം ബോർഡിൽ തന്നെ നടപ്പാക്കുകയും ചെയ്തു. മണിപ്പിള്ള തന്നെ പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു അവർണ പുരുഷനെ, വയോധികനായ ഒരു അവർണ പുരുഷനെ ഒരു സവർണ സ്ത്രീ തെരുവിൽ പിന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ജാതിത്തെറി വിളിക്കുകയാണ്. ജാതിത്തെറിയാണെങ്കിൽ ഏറ്റവും അതിഭീകരമായിട്ടുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ, അശോകൻ പ്രബുദ്ധ ചരിത്രത്തെ മുഴുവൻ ഭത്സിക്കുന്ന രീതിയിൽ, ആവിയാക്കുന്ന രീതിയിലുള്ള അതിഭീകരമായ ജാതിത്തെറിയാണ് വിളിച്ചത്. എങ്ങനെയാണ് ആധുനികതയുടെ പ്രദേശമായിട്ടുള്ള കേരളത്തിന്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആധുനികതയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ജാതിത്തെറികളും ജാതിഭത്സനങ്ങളും ഒക്കെ തന്നെ ഭരണഘടന ഇരിക്കുമ്പോൾ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം നാം കണ്ടു, നമ്മുടെ ദേവസ്വം മന്ത്രിക്ക് പോലും പൊതുവേദിയിൽ അദ്ദേഹത്തെ തൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായിരിക്കുന്ന പൂജാരിമാർ അദ്ദേഹത്തെ അപമാനിക്കുന്നതാണ് നാം കണ്ടത്. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. വ്യക്തിപരമായി ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ജാതിത്തെറി എന്ന് പറയുന്നത്. കാരണം ഭരണഘടന ആദ്യമായിട്ട് നിരോധിക്കുകയും നിയമം മൂലം അസ്ഥാനത്താക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന, പിന്നെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് ജാതി വിചാരവും ജാത്യാചാരവും. ജാതിത്തെറി പ്രത്യേകിച്ചും ജാതി വംശീയ തെറികളും ഹിംസകളും ഒക്കെ തന്നെ നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി ക്ഷമിക്കാനാവും? നിയമത്തെ അതിൻ്റെ വഴിക്ക് വിടണം. അപ്പോൾ നാം ഈ ജാതിത്തെറിയുടെയൊക്കെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നാം എത്തുന്നത് യഥാർത്ഥത്തിൽ നവോത്ഥാനാനന്തരം തന്നെ കേരളത്തിൽ അരങ്ങേറിയ വലിയ ഹിന്ദുത്വ ഭീകരതയെക്കുറിച്ചാണ് നാം എത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരെയാണ് നവോത്ഥാന നായകന്മാരായിട്ട് നവോത്ഥാനം എന്ന പരികല്പനയെ തന്നെ ദുരുപയോഗം ചെയ്ത് അതിനെ മായ്ച്ചും മറച്ചും ഈ തരത്തിലുള്ള ജാതിത്തെറിവിളികളും വംശീയ ഹിംസാവാദങ്ങളും പിന്നെ വളരെ ക്ഷുദ്രമായിട്ടുള്ള അപമാനവീകരണ ഹിംസാ പ്രസംഗങ്ങളുമൊക്കെ നടന്ന വംശീയവാദികളെ, ജാതി കുറ്റകൃത്യക്കാരെയാണ് ഇവിടെ നവോത്ഥാന നായകരാക്കി കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ തരത്തിലുള്ള വർഗീയവൽക്കരണത്തിൻ്റെയും സവർണവൽക്കരണത്തിൻ്റെയും യഥാർത്ഥ ചരിത്രത്തെയൊക്കെ മറച്ചു വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള മുഖ്യമന്ത്രി തന്നെ ജാതിത്തെറി കേട്ട് അത് ക്ഷമിച്ചു എന്ന് പറയുകയും ഉടനെ ദേവസ്വം മന്ത്രിയെ പുരോഹിതന്മാർ ഇതാ പൊതുവേദിയിൽ ആ വിളക്ക് പോലും കയ്യിൽ കൊടുക്കാതെ, നേരിട്ട് കയ്യിൽ തൊടുന്നു പോലുമില്ല, വിളക്കൊരു ലോഹത്തിലൂടെയാണ് തൊടുന്നത്, അതുപോലും പറ്റാതെ നിലത്ത് വെച്ച് പോവുകയും അദ്ദേഹം നിരന്തരം അദ്ദേഹത്തെ അപമാനിച്ചു. അദ്ദേഹം പ്രസംഗം വരെ നടത്തി അതിനെതിരെ. പക്ഷേ രക്ഷയുണ്ടോ? മുഖ്യമന്ത്രി ക്ഷമിച്ചു എന്ന് പറയുകയാണ്. പിന്നെ ദേവസ്വം മന്ത്രിക്ക് ഇത് സഹിക്കാതെ പറ്റും. അപ്പോൾ അതിനുശേഷമാണ് കലാകാരന്മാർക്കും പൊതുജനങ്ങൾക്ക് പോലും പിന്നെ തെരുവിലിറങ്ങാനോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വന്നൊരു പ്രകടനം നടത്താൻ കഴിയുന്നില്ല. നമ്മുടെ RLV രാമകൃഷ്ണൻ്റെ രാമകൃഷ്ണൻ, നമ്മുടെ കലാഭവൻ മണിയുടെ സ്വന്തം സഹോദരൻ, അദ്ദേഹം മഹാനർത്തകനാണ്, കലാകാരനാണ്. അദ്ദേഹത്തെ പോലും വംശീയ വർണ്ണവെറിയൻ അധിക്ഷേപങ്ങൾ ചൊരിയുകയാണ്. അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. അപ്പം നിരവധി ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ജാതിപ്പകയും വർണ്ണവെറിയും വർണ്ണാന്ധതയും ഒക്കെ മുറ്റുന്ന, നമുക്കറിയാം. ഇപ്പോൾ കഴകക്കാരനാകാൻ പോലും ഒരു അവർണ്ണനെ കഴിയുന്നില്ല. നമ്മൾ അവിടെയും പോയി, ഇവിടെ നരബലി അടക്കം ഇവിടെ അരങ്ങേറി. ആധുനികതയ്ക്ക് നമ്മളിവിടെ വന്ന് പ്രസംഗിച്ചതാണ്. നമ്മൾ കുടൽമാണിക്യം അമ്പലത്തിൽ പോയി അവിടെ പോയി പ്രസംഗിക്കുകയുണ്ടായി.
അപ്പോൾ അവിടെ പൂജാരി മാത്രമല്ല, പിന്നെ ഗുരുവായൂർ കായം കലക്കുന്ന പാചകക്കാരൻ മാത്രമല്ല, മാല കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവർണരുടെ ഗതി വീണു പോകുന്നുണ്ട്. അനുദിനം സർക്കാരിൻ്റെ സമസ്ത മേഖലയിലും ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ ശ്രമിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയെ ജാതിത്തെറി വിളിച്ചത്. ജാതിത്തെറി വിളിക്കുകയും അതിൻ്റെ പിന്നണിയിലൂടെ 5 ദിവസം കൊണ്ട് ദേവസ്വം ഓർഡിനൻസ്, EWS ഓർഡിനൻസ് പാസ്സാക്കി എടുക്കുകയും ചെയ്തു. എന്നാൽ ജാതി വ്യവസ്ഥ കുറ്റകരമാക്കിയിരിക്കുന്ന ഭരണഘടന നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ജാതിത്തെറികളും അനാചാരങ്ങളും ദേവസ്വം മന്ത്രിയെ തന്നെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടവരാണ് ആ പൂജാരിമാർ. അവരവിടെ നിർബാധം എല്ലാ ശമ്പളവും കിമ്പളവും ഒക്കെ പറ്റി നടവരവും ഒക്കെ പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയമാണ് ഭരണഘടനാപരമായ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിയമിച്ച ഒരു വ്യക്തിക്ക് അവിടെ പണിയെടുക്കാൻ, കഴകക്കാരനായിട്ട് പണിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ശൂദ്ര ഷെഫിന് പോലും ഗുരുവായൂർ അമ്പലത്തിൽ പാചകക്കാരനായിട്ടോ ഷെഫായിട്ടോ വരാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ പണ്ട് പറയുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഈ പൂജ മാല കെട്ടാനും അല്ലെങ്കിൽ പാചകം ചെയ്യാനും മാത്രമല്ല, ഒരു പുരോഹിതനായെങ്കിലും മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ശൂദ്രൻ്റെ ധർമ്മം എന്ന് സഹോദരൻ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലുള്ള അപജയം ഓരോ ദിവസവും ഭരണഘടനയെ അല്ലെങ്കിൽ ആധുനിക ജനായത്ത മൂല്യങ്ങളെ ചവിട്ടിത്തേൽക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് നാം വീണുകൊണ്ടിരിക്കുന്ന. ആധുനികത വളരെയധികം ഭീകരമായ പ്രതിസന്ധി ഇന്ത്യയിലൊട്ടാകെ അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹിന്ദുത്വത്തിൻ്റെ തന്നെ ഉയർച്ചയിലൂടെ ആധുനികതയുടെ എല്ലാ മൂല്യമണ്ഡലങ്ങളെയും തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന 2020 EWS 2018 19 ജനുവരിയിൽ പാസ്സാക്കി. അപ്പോൾ അത് പാസ്സാക്കിയപ്പോഴത്തേക്ക് ഇവിടെ PRDയുടെ മാസികയിൽ ഒരു ജെൻഡർ ഉപദേശക, മുഖ്യമന്ത്രിയുടെ തന്നെ ജെൻഡർ ഉപദേശക എഴുതിയതാണ്. എന്താണ്? മുലക്കരം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക സംവരണം ഞങ്ങൾ സാധ്യമാക്കിയിരിക്കുന്നു. മുലക്കരം പോലും ഒരു സാമ്പത്തിക വിഷയമാണ്. കാരണം മുലക്കരം കൊടുക്കാൻ ചേർത്തല നങ്ങേലിക്ക് പണമില്ലായിരുന്നു, പ്രശ്നം സാമ്പത്തികമായിരുന്നു. മുലക്കരം എന്ന് പറയുന്ന അതിഭീകരമായ ജാതിക്കരം അത് റദ്ദ് ചെയ്തത് കേണൽ മൺറോയാണ്. 1812 അദ്ദേഹം അധികാരത്തിലേക്ക് ദിവാനായിട്ട് വന്ന മിഷണറിയായ ഭരണാധികാരി. അദ്ദേഹം റീജൻ്റ് റാണിമാരെ സമ്മർദ്ദം ഉപയോഗിച്ച്, ബ്രിട്ടീഷ് റെസിഡൻ്റ് എന്നുള്ള തൻ്റെ സമ്മർദ്ദം ഉപയോഗിച്ച് അവരെ കൊണ്ട് 118 തരം കരങ്ങൾ, ജാതിക്കരങ്ങൾ പിൻവലിക്കുകയായിരുന്നു. മേനിക്കരം, മേനിപ്പൊന്ന്, തലക്കരം, മുലവരൈ, തലവരൈ, ഇങ്ങനെ അടക്കമുള്ള ഏണിക്കാണം അടക്കമുള്ള 118 തരം ജാതിക്കരങ്ങൾ അവർണരുടെ മുകളിൽ ചവിട്ടി തേച്ച് വെച്ചിരിക്കുകയായിരുന്നു. കേണൽ മൺറോ ആണ് അത് റദ്ദ് ചെയ്തത്. ദേവസ്വം ഏറ്റെടുത്തതും കേണൽ മൺറോ ആണ്. ഇപ്പോൾ പറയുന്നത് നമ്മുടെ നവോത്ഥാന നായകന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് മുഴുവൻ പ്രഭാഷണം നടക്കുകയാണ്. കേണൽ മൺറോ ദേവസ്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ കഴക പ്രശ്നത്തിൽ ഒരു ഈഴവനെ പുറത്താക്കിയിരിക്കുന്നു. അന്ന് കേണൽ മൺറോ 110 വർഷം മുമ്പ് ദേവസ്വം ഏറ്റെടുത്തത് അന്ന് ഭയങ്കര ജനായത്തപരമായിട്ട് നാട്ടുകൂട്ടങ്ങളായിരുന്നു അത്രേ ക്ഷേത്രഭരണം നടത്തിയത്. അപ്പോൾ അതെല്ലാം റദ്ദ് ചെയ്ത് നാട്ടുകൂട്ടങ്ങളിൽ നായന്മാരും നാടാന്മാരും ഈഴവരും മറ്റ് വിശ്വകർമ്മരും എല്ലാവരും ദളിതരുമൊക്കെ ഒന്നിച്ച് അവർക്കെല്ലാം തുല്യ പങ്കാളിത്തത്തിൽ സോദരത്വേന വാണുകൊണ്ട് ഈ നാട്ടുകൂട്ടങ്ങൾ ക്ഷേത്രഭരണങ്ങൾ നടത്തി വരികയായിരുന്നു അത്ര. ഒരു ചരിത്രകാരനാണ് പറയുന്നത്, സർക്കാർ സർവീസിൽ ബഹുജനങ്ങളുടെ നികുതിപ്പണം വാങ്ങിച്ച് പെൻഷൻ പറ്റി ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര വിശാരദനാണ് നവോത്ഥാന നായകൻ. പറയുകയാണ്, സർക്കാരിൻ്റെ എല്ലാ നയങ്ങളും ക്രോഡീകരിക്കുന്നതും രേഖയിലാക്കുന്നതും ഒക്കെ ഇവരൊക്കെയാണ്. ഇങ്ങനെ കുറച്ച് പേരാണ്. ദേവസ്വം ബോർഡ് പോലെ ഒറ്റജാതിക്കാരാണ് ഇതിനകത്തെല്ലാം. CK 35 കോഴഞ്ചേരിയിൽ പറഞ്ഞതുപോലെ നായരെന്ന് പറഞ്ഞാൽ സർക്കാരായി, നായരും 2 പട്ടരും കൂടെ ചേർന്നാൽ സർക്കാരായി എന്ന് പറഞ്ഞതുപോലെ ഇവരെല്ലാം ഒറ്റജാതിക്കാരാണ്. ആ ഒറ്റജാതിക്കാർ പറയുകയാണ് നാട്ടുകൂട്ടങ്ങളാണ് അത്രേ. 1812 1803 നങ്ങേലിയുടെ ആത്മബലി ചേർത്തലയിൽ നടന്നത്. 1806 കേണൽ മൺറോ അടക്കമുള്ള പല മെക്കോളെ സാഹിബ് അടക്കം അവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള കാരണം തന്നെ എന്താണ്? 806 ദളവാക്കുളം 200-ലധികം യുവാക്കളെ വെട്ടിക്കൊന്ന് പാതി ജീവനോടെ ചവിട്ടിത്താഴ്ത്തി ദളവ വേലിത്തമ്പിയുടെ ഭീകര മർദ്ദന ഭരണം
ദളവ വേലുത്തമ്പിയാണ് ആ നാടാന്മാരെയും ഈഴവരെയും മറ്റ് അവർണരെയും ഒക്കെ തന്നെ തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അപ്പോൾ അത്ര അതിഭീകരമായിട്ടുള്ള ജാതിമർദ്ദനങ്ങളും ഹിംസകളും നടന്ന കാലത്ത് നാട്ടുകൂട്ടങ്ങളിൽ നാടാന്മാരും നായന്മാരും ഈഴവരും വിശ്വകർമ്മരും ദളിതരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് അരയരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് കേണൽ മൺറോ ഏറ്റെടുത്തത് കൊണ്ടാണ് ദേവസ്വത്തിനെല്ലാം ഈ ദുരവസ്ഥ വന്നത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് പറയുന്ന ചില്ലറക്കാരല്ല, ആരെങ്കിലും പറയുന്നതല്ല. അത് മറ്റു പലരും ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ വേല പണിക്കരെന്ന് പറഞ്ഞാൽ ഒരു തഗ്ഗാണ്, ഒരു കൊള്ളക്കാരനായിരുന്നു എന്ന് എഴുതിയ പുസ്തകങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുക്കളും വാര്യരും കൂടി ചേർന്ന് എഴുതിയ കേരള ചരിത്രത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത് ആറാട്ടുപുഴയെക്കുറിച്ച് എഴുതി. അതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവരാണ് EWSന് ശേഷം NEP കുറിച്ച് ഞാൻ പറഞ്ഞു. NEP ഇവിടെ വളരെ മൂകമായി സ്ഥാപിച്ചു കൊടുത്തത് ഇവരൊക്കെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അധ്യക്ഷന്മാരായിട്ടിരുന്ന് വീണ്ടും ബഹുജനങ്ങളുടെ നികുതി പണം പറ്റിക്കൊണ്ടാണ് NEP എന്ന് പറയുന്ന അതിഭീകരമായ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭാവികളെ ആധുനികതയെ ഇല്ലായ്മ ചെയ്യുന്ന പദ്ധതി. NEP EWSയോടുകൂടി ജനായത്ത സംവിധാനം തകർത്തു, ഭരണഘടനയുടെ ആധാരം തകർത്തു. NEPയോടുകൂടി വർത്തമാനവും ഭാവിയും തലമുറകളെ ഹൈന്ദവീകരിക്കുന്ന വർഗീകരിക്കുന്ന ഭീകരതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം നാം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ RSS ബാന്ധവം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ടുള്ള ബാന്ധവം കേരളത്തിൽ തുടങ്ങിവെച്ചത് ആരാണ് ജാതിത്തെറികൾ കേരളത്തിൽ ആദ്യമായി ഇറക്കിയത്? കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പുറത്താക്കപ്പെട്ട പുറന്തള്ളപ്പെട്ട പ്രാതിനിധ്യമില്ലാത്ത പിന്നെ അവർണരെക്കുറിച്ച് ആരാണ് ഈ വംശീയ കഥകളും ആഖ്യാനങ്ങളും ഭാഷണങ്ങളും ഒക്കെ നടത്തിയത്, പൊതുവേദിയിൽ തെരുവിൽ നിന്നുകൊണ്ട് നടത്തിയത് എന്ന് നാം ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ നവോത്ഥാന നായകനായിട്ട് കൊണ്ടുവന്ന് ക്ഷേത്രപ്രതിഷ്ഠ മാത്രമല്ല ജനങ്ങളുടെ ചിലവിൽ പൊതു അവധി വരെ കൊടുത്തിരിക്കുന്ന സാക്ഷാൽ മന്നത്ത് പത്മനാഭപിള്ള തന്നെയാണ് ഇതിന് തുടക്കമിട്ടത് എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ മന്നത്തിൻ്റെ പ്രസംഗങ്ങൾ മാത്രം നാം പരിശോധിച്ചാൽ മതി. അദ്ദേഹം 1940 അദ്ദേഹം ആരംഭിക്കുന്നു. എന്താണ്? സവർക്കറെ നമുക്കറിയാം, ഹിന്ദുത്വവാദികളിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള, ലോകം തന്നെ ഏറ്റവും വലിയ കുറ്റവാളിയായി കാണുന്ന ആ സവർക്കറെ കേരളത്തിലേക്ക് ആദ്യം ക്ഷണിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് നായർ 10ാം മഹാസമ്മേളനത്തിൽ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന് മാലയിട്ട് ആദരിച്ച് കേരളത്തിൽ സ്ഥാപിച്ചത് സാക്ഷാൽ മന്നമാണ്. 1957 ഗോൾവൾക്കറെ കൊണ്ടുവന്ന് എറണാകുളത്ത് കൊണ്ടുവന്ന് RSS ശാഖയുടെ വാർഷികത്തിൽ കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെ ആശ്രയകേന്ദ്രവും ആശാകേന്ദ്രവും രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്ന് പ്രഖ്യാപിച്ചത്, അങ്ങനെ RSSനെ വീണ്ടും പുനഃസ്ഥാപിച്ചത് സാക്ഷാൽ മന്നം തന്നെയാണ്. ആ മന്നത്തിൻ്റെ പ്രസംഗങ്ങൾ നാം പഠിക്കേണ്ടതാണ്. ഭാഗ്യവശാൽ അതൊക്കെ കേരള കൗമുദി അന്ന് റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ അത് പിന്നീട് പല പുസ്തകങ്ങളിലും വരികയുണ്ടായി. MS ജയപ്രകാശ് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ 1975 കുമ്പളം ചിറ വാസവപ്പണിക്കർ എഴുതിയ മൂലൂരിൻ്റെ ജീവചരിത്രത്തിൽ ഒരു വർത്തമാന അവലോകനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിനെല്ലാം വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതാനും ചില പ്രസംഗങ്ങൾ സാമ്പിളിന് വേണ്ടി മാത്രം ജാതിത്തെറിയുടെയും വംശീയ വർണ്ണ വെറിയുടെയും പ്രഭാഷണങ്ങൾ, ഈ വർഗീയവൽക്കരണത്തിൻ്റെ ഭീകരത ആദ്യം ഇറക്കിയത് മണിപ്പിള്ളയല്ല, മണിപ്പിള്ളയുടെ മണിപ്രവാളത്തെ തോൽപ്പിക്കുന്ന പല പ്രയോഗങ്ങളും സാക്ഷാൽ മന്നം തന്നെ നടത്തിയിട്ടുണ്ട്. ശാസ്ത്രമംഗലം പ്രസംഗം തന്നെ നമുക്ക് നോക്കാം. മന്നത്തിൻ്റെ ശാസ്ത്രമംഗലം പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗമാണ്. ഈഴവർ എന്ന് പറയുന്നത് പന്നി പെറ്റു പെരുകിയ സന്താനങ്ങളും മന്ദബുദ്ധികളുമാണ്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശം ഇവ നൽകിയത് പുനഃപരിശോധന ചെയ്തേണ്ടിയിരിക്കുന്നു എന്നാണ് ശാസ്ത്രമംഗലം പ്രസംഗം എന്ന് പറഞ്ഞാൽ. സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും മന്നം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തു നിന്നോ പുരയിൽ നിന്നോ എടുത്തു കൊടുത്തതാണോ, വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തതാണോ? ഇന്ത്യൻ ഭരണഘടന വന്നതുകൊണ്ടാണ് അത് സാധ്യമായത്. അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന 1924 മുതൽ നടന്ന വൈക്കം പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിലാണ് ആ സഞ്ചാര സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനവാദവും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ വൈക്കം പോരാട്ടത്തിലെ തന്നെ സവർണ ജാഥയുടെ വെറുതെ കേവലം ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു തന്ത്രമായിരുന്നു, ഒരു തുറുപ്പുചീട്ടായിരുന്നു. ഒരു ദിവസം പോലും വെയിലത്തോ 1924 വലിയ വെള്ളപ്പൊക്കത്തിലോ നിന്ന് പിന്നെ പട്ടിണിക്ക് നിന്ന് പോരാടാതെ, ഒരു ദിവസം പോലും അറസ്റ്റ് വരിക്കാതെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഇതാ ഞങ്ങളുടെ കുറവുണ്ടാകരുതല്ലോ എന്ന് കരുതി ഞങ്ങളുടെ നേതൃത്വം ഞങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന രീതിയിൽ അതിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്ന, അതിൻ്റെ ഏജൻസിയും ശബ്ദവും നിർവാഹകത്വവും
പിടിച്ചു പറ്റുന്ന ഒരു ഗിമ്മിക്കായിരുന്നു യഥാർത്ഥത്തിൽ ഈ സവർണ ജാഥ. അതിൻ്റെ ചെലവ് മുഴുവൻ നടത്തിയത് അവർണരാണ്. ഈഴവരടക്കമുള്ള അവർണരാണ് കേരളത്തിലുടനീളം അവരെ കൊണ്ടു നടന്നതും ഓരോ നേരത്തും ഭക്ഷണവും ആഹാരവും വെള്ളവും കരിക്കും ഒക്കെ വെട്ടിവെച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. നമുക്കറിയാം, പെരിയോർ വരുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. സഹോദരൻ അയ്യപ്പൻ അന്ന് പറഞ്ഞു, ഈ പറയുന്ന മന്നത്തിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. മിസ്റ്റർ മന്നം ഇതും ഇതിലപ്പുറവും പറയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. സഹോദരൻ പത്രത്തിൽ എഴുതിയതാണ്. കാരണം പണ്ടൊരു പുലയ സമുദായ അംഗത്തെ തൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി ചോറ് കൊടുത്തു എന്ന് പറയുന്നതിലെ വാസ്തവം ഇന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ. 1950കളുടെ അവസാനമാണ് ഈ ശാസ്തമംഗലം പ്രസംഗം നടന്നത്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ വ്യക്തമായിട്ടുള്ള മറുപടിയും അതിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പ്രസംഗം നോക്കാം. ശാസ്തമംഗലം കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമാണ്. ഞാൻ ജനിച്ച സമുദായത്തെ ഞെക്കിക്കൊല്ലാൻ വരുന്ന രാക്ഷസ പടയുടെ വംശവിച്ഛേദം വരുത്താതെ ഞാൻ അടങ്ങുകയില്ല. ആദ്യത്തെ ശാസ്തമംഗലം പ്രസംഗത്തിൽ ഒരു ജനസമുദായത്തെ മുഴുവൻ മൃഗവൽക്കരിച്ചു. വലിയ കുറ്റകൃത്യമാണ്, സിംബോളിക് വയലൻസാണ്, പ്രതീകാത്മകമായിട്ടുള്ള ഹിംസയാണ്. ഒരു ജനസമുദായത്തെ മുഴുവൻ മൃഗവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ അവർ കശാപ്പ് ചെയ്യപ്പെടേണ്ടവരാണ്, പന്നികളാണ് എന്ന് പറഞ്ഞാൽ, പന്നി പെറ്റ് പെരുകിയ മന്ദബുദ്ധികളാണെന്ന് പറഞ്ഞാൽ ഫാഷിസ്റ്റ് യൂജനിക്സിൻ്റെ അർത്ഥത്തിൽ എന്താണ്? അവരൊക്കെ കൊല ചെയ്യപ്പെടേണ്ടതാണ്, കശാപ്പ് മൃഗങ്ങളാണ് എന്നാണ് അർത്ഥം. രണ്ടാമത് പറയുന്നു, അവരെ രാക്ഷസീകരിക്കുന്നു, ഡീമണൈസ് ചെയ്യുന്നു. ഈ രാക്ഷസപ്പടയുടെ വംശവിച്ഛേദം എന്ന് പറഞ്ഞാൽ എന്താണ്? വംശീയ ഉന്മൂലനം അല്ലെങ്കിൽ ജീനോസൈഡ്. നമ്മുടെ മുന്നമാരൊക്കെ നടത്തിയതുപോലെയുള്ള വംശഹത്യ തന്നെ നടത്താതെ ഞാൻ അടങ്ങുകയില്ല എന്നാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഇരിക്കുമ്പോഴാണ് 50കളുടെ അവസാനവും 60കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മണിപ്പിള്ള മാത്രമല്ല, ഈ ദേവസ്വത്തിലെ പൂജാരിമാർ മാത്രമല്ല, അല്ലെങ്കിൽ അസത്യഭാമക മാത്രമല്ല, അല്ലെങ്കിൽ ഈ തന്ത്രിമാർ മാത്രമല്ല, പിന്നെ കുടൽമാണിക്യൻ തന്ത്രിമാർ മാത്രമല്ല, ഇതൊരു നിത്യജീവിത ക്രമമായിട്ട് എവരിഡേ ആയിട്ട് മാറുന്ന എന്താണ്? മന്നം ഇതൊക്കെ വിളിച്ചു പറയുകയായിരുന്നു, ഞാൻ ഇവരുടെ വംശവിച്ഛേദം നടത്തും, ഇവർ പന്നികളാണ്, ഇവർ കശാപ്പ് മൃഗങ്ങളാണ്, ഇവർ രാക്ഷസരാണ്, ഇവരുടെ വംശവിച്ഛേദം നടത്തും എന്നാണ് കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം നടത്തിയ ആ പ്രസംഗം. ഇനി നെടുങ്കുന്നത്ത് നടത്തിയ പ്രസംഗം, നായന്മാരിൽ അഭ്യസ്ത വിദ്യർക്കെല്ലാം ഉദ്യോഗം ലഭിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി മരിക്കുവാനും നായർ തയ്യാറാകണം എന്നാണ്. അപ്പോൾ വിദ്യാഭ്യാസം സാർവലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ സാർവത്രികമായ ഒരവകാശമായിട്ട് നമ്മുടെ ഭരണഘടനാ ഭേദഗതികളിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കിട്ടിയവർക്കെല്ലാം പൊതുസേവന രംഗത്ത് ജോലി കൊടുക്കാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ന്യായമായിട്ടുള്ള പര്യാപ്തമായ പ്രാതിനിധ്യത്തിന് വേണ്ടി ശ്രമിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. അപ്പോഴാണ് ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, നെടുങ്കുന്നം പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുന്നു, നായന്മാരിൽ അഭ്യസ്ത വിദ്യർക്കെല്ലാം ഉദ്യോഗം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി മരിക്കുവാനും നായർ തയ്യാറാകണം എന്നാണ് അദ്ദേഹം. പിന്നെ ഏറ്റവും വിവാദാത്മകമായ മുതുകുളം പ്രസംഗത്തിലേക്ക് വന്നാൽ അവിടെയാണ് നമ്മുടെ കെ രാധാകൃഷ്ണന് ഇപ്പോഴും പറ്റിയ അപമാനത്തിൻ്റെ തുടക്കം. അവിടെയാണ് EMS മന്ത്രിസഭയിലേക്ക് വന്ന ഒരു ദളിതനായിട്ടുള്ള മന്ത്രി സഖാവ് ചാത്തൻ മാസ്റ്റർ. അദ്ദേഹം ഈ കുട്ടംകുളം സമരത്തിലും 1946 സഹോദരൻ നേരിട്ട് വന്ന കുട്ടംകുളം സമരത്തിലും PC കുറുമ്പയോടൊപ്പമൊക്കെ തന്നെ അവരെയൊക്കെ സംഘടിപ്പിച്ച് ഏറ്റവും ത്യാഗോജ്വലമായ പോരാട്ടം നടത്തിയ നമ്മുടെ സഖാവ് PK ചാത്തൻ മാസ്റ്റർ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വന്നപ്പോൾ തന്നെ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് വന്നപ്പോൾ സഹോദരയ്യപ്പനൊരു കവിതയാണ് എഴുതിയത്. അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു ലോകത്തിനു വേണ്ടി. അപ്പോൾ മന്നം പറഞ്ഞത് എന്താണ്? ഇന്നത്തെ നവോത്ഥാന നായകനാക്കി വാഴ്ത്തി ഇടതുപക്ഷം തന്നെ പൊതു അവധി കൊടുത്തിരിക്കുന്ന ഇവിടെ പന്തളത്ത് ക്ഷേത്രപ്രതിഷ്ഠ, ഇനി തൃപ്പൂണിത്തറയും വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ഇനി ഒരു നിരന്തരമായ ക്രമമായി മാറും. ജനങ്ങൾ ഇത് ചെറുത്തില്ലെങ്കിൽ, അസത്യത്തെയും അനീതിയെയും ജനങ്ങൾ ചെറുത്തില്ലെങ്കിൽ, ഭരണഘടനാ മൂല്യങ്ങളെ, ആധുനികതയുടെ ഈ സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങളെ, സത്യനീതി സന്ദേശത്തെ ചെറുത്തില്ലെങ്കിൽ ഇത് സംഭവിക്കും. അദ്ദേഹം പറഞ്ഞെന്താണ്? മുതുകുളം പ്രസംഗത്തിൽ മന്നം പറയുന്നു, ചാത്തൻ പുലയൻ, അതുതന്നെ ഭരണഘടനാപരമായ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ജാതിപ്പേര് വിളിച്ച് ഒരു മനുഷ്യനെ പൊതുവേദിയിൽ അപമാനിക്കുക എന്ന് പറയും. ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന, ചാത്തൻ മാസ്റ്ററല്ല, വെറും PC ചാത്തനുമല്ല,
ഒരു സ്റ്റേറ്റ് മിനിസ്റ്ററായി വന്നിരിക്കുകയാണ്. ഭരണഘടനാപരമായിട്ട് അതിനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന അവസരത്തിലാണ് പറയുന്നത്, ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ ജീവിക്കുവാൻ സാധ്യമല്ല. ആർക്ക്? നായന്മാർക്ക് സാധ്യമല്ല. പേട്ടയിൽ പിന്നെ അത് മാത്രമല്ല, ചാത്തൻ പുലയനിട്ട് ഒരു കുത്തു കൊടുത്തിരിക്കുന്നു, അടുത്ത ഉടനെ സുകുമാരനിട്ടാണ്. പേട്ടയിൽ ഒരു സുകുമാരനും കേരളകൗമുദിയും കിടന്ന് കളിക്കുന്നു. എൻ്റെ പഴയ കാലമായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം അർത്ഥോക്തിയിൽ അവിടെ നിർത്തുകയാണ് ഉണ്ടായത്. വംശഹത്യ നടത്തുമെന്ന് ഓൾറെഡി കരുനാഗപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ രാക്ഷസന്മാരുടെയൊക്കെ വംശഹത്യ നടത്തുമെന്ന് പറഞ്ഞു. എൻ്റെ പഴയ കാലമായിരുന്നെങ്കിൽ അർത്ഥോക്തിയിൽ വിരമിക്കുന്ന അതാണ് നാം കേട്ടത് എന്നാണ് പിന്നെ കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുകയും അതിനെ ആധാരമാക്കിക്കൊണ്ട് കുമ്പളംചിറ വാസവപ്പണിക്കർ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതാണ് മുതുകുളത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം. അതിന് പിന്നെ ഇദ്ദേഹം പിന്നെ പേട്ടയിലെ കെ സുകുമാരൻ പത്രാധിപർ ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ശാസ്ത്രമംഗലം പ്രസംഗത്തിന് തന്നെ കൊടുത്തു. എത്ര പെറ്റാലും ഈഴവ സ്ത്രീകൾ എത്ര പെറ്റാലും അവരുടെയൊക്കെ തന്ത ഒന്ന് തന്നെയാണ്. എൻ്റെ പിതാവ് സാക്ഷാൽ നാരായണഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള CV കുഞ്ഞിരാമനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഉണ്ടായി. പിന്നീടും വരുന്നുണ്ട്. ഇനി അടുത്ത പഴവങ്ങാടി പ്രസംഗത്തിൽ കെ സുകുമാരനും കേരളകൗമുദിയും നായർ സമുദായ വൈരികളാണ്. നായരുടെ സിരകളിൽ വേലുത്തമ്പിയുടെ രക്തമാണ് ഓടുന്നത്. നായന്മാരുടെ സിരകളിൽ ഓടുന്നത് വേലുത്തമ്പിയുടെ രക്തമാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്താണ് വേലുത്തമ്പി ചെയ്തത് നമുക്കറിയാം. മനുഷ്യനെ വംശഹത്യ ചെയ്തു. അതിനെക്കുറിച്ച് നമ്പാടൻ്റെയൊക്കെ പുസ്തകം തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ NK ജോസിൻ്റെ തന്നെ പുസ്തകങ്ങളുണ്ട് വേലുത്തമ്പിയുടെ ഈ പറയുന്ന ഭീകരതയെക്കുറിച്ച്, വംശഹത്യാ ഭീകരത. അപ്പോൾ വംശഹത്യ ഞാൻ നടത്തും എന്നാണ് ഈ വേലുത്തമ്പിയുടെ രക്തമാണ് എന്ന് പറയുന്നതിലൂടെ നായന്മാരുടെ സിരകളിൽ വേലുത്തമ്പിയുടെ. അപ്പോൾ സുകുമാരൻ അതിനും മറുപടി കൊടുത്തു. പിന്നെ സാക്ഷാൽ മന്നത്തിൻ്റെയും നായന്മാരുടെയും സിരകളിൽ വേലുത്തമ്പിയുടെ രക്തമല്ല മൂത്രമാണെങ്കിലും നമുക്കൊരു ചുക്കും, ബഹുജനങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്നാണ് അദ്ദേഹം മറുപടി കുറിച്ചത്. അപ്പോൾ അത് പഴവങ്ങാടി പ്രസംഗത്തിലാണ് ഈ പറയുന്ന വേലുത്തമ്പിയുടെ രക്തം ഓടുന്നതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ നിരവധി ഓരോ പ്രസംഗങ്ങളും എടുത്താൽ ഇത് മുഴുവൻ ഇത് തന്നെയാണ്. വംശീയതയാണ്, വർണ്ണവെറിയാണ്, ഭീകരമായ വർഗീയതയും ജാതി അന്ധതയും മനുഷ്യത്വ വിരുദ്ധതയും തന്നെയാണ്. പിന്നെ വേറൊരു പെരുന്ന പ്രസംഗത്തിൽ പറയുന്നു, പെരുന്ന പ്രസംഗമുണ്ട്, ചങ്ങനാശ്ശേരി പ്രസംഗമുണ്ട്. കോട്ടയം പ്രസംഗത്തിൽ പറഞ്ഞത് ക്രിസ്ത്യാനിയെ 6 അടി മണ്ണിൽ ഇവിടെ കുഴിച്ചു മൂടുമെന്നാണ്. 6 അടി മണ്ണിൽ ക്രൈസ്തവരെ ഇവിടെ കുഴിച്ചു മൂടും. എല്ലാ പ്രസംഗങ്ങളും വായിക്കാനുള്ള പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാന്നാർ പ്രസംഗത്തിൽ വീണ്ടും വന്നപ്പോഴത്തേക്ക് നിവർത്തനം വന്നു, പ്രാതിനിധ്യവാദം വന്നു. അപ്പോൾ പ്രാതിനിധ്യമില്ലായിരുന്ന മുസ്ലിങ്ങളും ഈഴവരും ക്രൈസ്തവരും ഒക്കെ തന്നെ പ്രാതിനിധ്യവാദത്തിലൂടെ അധികാരത്തിലേക്ക് വരുന്നു. കോഴഞ്ചേരി പ്രസംഗം. അതിനുശേഷം നടന്നിട്ടുള്ളതാണ് ശങ്കർ അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെയും ചാത്തൻ മാസ്റ്റർ വന്ന പോലെയാണ്. ശങ്കർ രാവണനെ പോലെ ആടുകയാണ്. മുഖ്യമന്ത്രിയായല്ലോ, ഒരു അവർണ്ണൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മണിപ്പിള്ളയ്ക്ക് പോലും സഹിച്ചില്ല ഈ ജാതിത്തെറി വിളിക്കാനുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ തുടക്കം ശങ്കർ രാവണനെ പോലെ ആടുകയാണ്. നായർ MLA-മാർ പെട്ടിയുമൊക്കെയാണ്. കഥകളിയിൽ നിന്നുള്ള ഉപമയാണ് ഉപയോഗിച്ചത്. വെറും പാളക്കിരീടം മാത്രം ധരിക്കാവുന്ന അവർണ്ണൻ ഇതാ ഇവിടെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നു. എങ്ങനെ സഹിക്കും? ഇവൻ രാവണനെ പോലെ ആടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ കോട്ടയം പ്രസംഗമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പെരുന്നയിലെ പ്രസംഗമുണ്ട്. നായന്മാരുടെ രാഷ്ട്രീയ സമഗ്രാധിപത്യം, ഒലിഗാർക്കിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് 64-ൽ നടത്തിയ പെരുങ്ങുന്ന പ്രസംഗത്തിലാണ് ഈ ഒലിഗാർക്കി എന്ന് പറയുന്ന അമിതപ്രാതിനിധ്യ കുത്തക, സവർണ അമിതാധികാര സമുദായങ്ങളുടെ അമിതപ്രാതിനിധ്യ കുത്തക പെരുക്കണമെന്നാണ് പറയുന്നത്. നായരുടെ രാഷ്ട്രീയ ആധിപത്യം നിലനിർത്തണം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് അമിതമായിട്ടുള്ള അധികാര കുത്തകയുണ്ട്. ആ രാഷ്ട്രീയ ആധിപത്യം, അധീശത്വം നിലനിർത്തണം. അത് വിട്ടുകൊടുക്കരുത്, അധികാര കുത്തക വിട്ടുകൊടുക്കരുത്. കാരണം 8% ഉള്ളവരാണല്ലോ എല്ലാ മേഖലയിലും. ദേവസ്വം ബോർഡ് പോലെ 96 വരെ നിൽക്കുകയാണ്. അത് 100-ലും അപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഒലിഗാർക്കിയുടെ പിതാവും യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന നായകൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന. പൊൻകുന്നം പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂർ പ്രസംഗമുണ്ട്. നായരുടെ പുരോഗതിയെ മറ്റൊരു സമുദായം വിഘാതപ്പെടുത്തുന്നു.
നായർ സമുദായങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത രീതിയിൽ വരെ ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ മന്ത്രിസഭ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിലെ അംഗങ്ങളുടെ എണ്ണം, അവരുടെ സാമുദായിക പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്കറിയാം ആരാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയാണ് പേരിന് പോലും ഒരു ആളില്ലാത്ത, പ്രാതിനിധ്യമില്ലാത്ത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പരിരക്ഷയെ തന്നെ, സാമുദായിക സംവരണത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന അമിതാധികാര കുത്തകയിലേക്ക് EWS എന്ന് പറയുന്ന മറ്റ് നിരവധി പ്രസംഗങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള പുസ്തകമാണ് കുമ്പളം ചിറ വാസവ പണിക്കർ എഴുതിയ മൂലൂരിൻ്റെ ജീവചരിത്രം, ഒരു വർത്തമാന അവലോകനം എന്ന പുസ്തകത്തിൽ 75 ഇറങ്ങിയ ആ പുസ്തകത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അല്ലെങ്കിൽ ആർക്കൈവൽ രേഖകളോ കേരളകൗമുദിയുടെ ആർക്കൈവ്സോ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നാം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മന്നത്തിലാണ് ഇന്ന് നവോത്ഥാന നായകനായി പൊതുവധി കൊടുത്തിരിക്കുന്ന, ക്ഷേത്രപ്രതിഷ്ഠ കൊടുത്തിരിക്കുന്ന മന്നത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വംശീയ ഭീകരതയുടെ, ആധുനികതയ്ക്ക് ഘടകവിരുദ്ധമായ, ഭരണഘടനയുടെ ആധാര ജനായത്ത മൂല്യങ്ങളായ സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ജാതിത്തെറികളും വർണ്ണാന്ധതയും വംശഹത്യാവെറി തന്നെ, വംശവിച്ഛേദം ഞാൻ നടത്തും, അവർ കശാപ്പ് മൃഗങ്ങളാണ് എന്ന് വരെ പറയുന്ന തരത്തിലുള്ള ഭീകരത ഭരണഘടനയെ നോക്കുകുത്തിയായിട്ടാണ്. ശരിക്കും അന്ന് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? EMS നമ്പൂതിരിപ്പാട് തൻ്റെ മന്ത്രിസഭയിൽ ഒരു ജനപ്രതിനിധി, MLA മാത്രമല്ല മന്ത്രിയെ, അതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയെ ഇത്ര ഭീകരമായി വംശീയ അധിക്ഷേപം, ജാതി അധിക്ഷേപം ചെയ്തിട്ടും എന്തുകൊണ്ട് എടുത്തില്ല എന്ന് മാത്രമല്ല, സാമുദായിക സംവരണം സർവീസിൻ്റെ കാര്യക്ഷമത തകർക്കും, അതുകൊണ്ട് ഇനി സാമ്പത്തിക സംവരണമാണ് വേണ്ടത് എന്ന ആശയം കേരളത്തിൽ നല്ല ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് കൊടുത്ത RSSന് ഊർജം പകർന്നത്, മന്നത്തിന് ഊർജം പകർന്നത് സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് തന്നെയാണ്. നമുക്കറിയാം, പിന്നെ ജോസഫ് കമ്മീഷനിലൂടെ, ഗുമസ്തക്കുറിപ്പുകളിലൂടെയാണ് അത് കൊണ്ടുവന്നത്. അതിനെ ജോസഫ് കമ്മീഷനിലൂടെ ഏതാണ്ട് പ്രാക്ടീസാക്കി. പിന്നീട് മണ്ഡൽ കമ്മീഷൻ വിചാരണകൾ കോടതിയിൽ, സുപ്രീം കോടതിയിൽ നടന്നപ്പോൾ അവർ ബ്രാഹ്മണികമായ കോടതി മണ്ഡൽ കമ്മീഷൻ്റെ അജണ്ടയെ തകർക്കാൻ, പ്രാതിനിധ്യവാദത്തെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഇതാ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ വളരെ ആഭാസകരമായിട്ടുള്ള, അയുക്തിപൂർണമായിട്ടുള്ള, യാതൊരു യുക്തിയും നീതിയും നിരക്കാത്ത ക്രീമി ലെയർ വാദം ഉന്നയിച്ചു. ഉടനെ EMS കേരളത്തിൽ നിന്ന് അത് ഏറ്റെടുത്തു. ഇതെൻ്റെ ആശയമാണ്. ക്രീമി ലെയർ, വെണ്ണപ്പാളി എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളെ വെട്ടി നീക്കാൻ, അത് തന്നെയാണ് ഇപ്പോൾ പട്ടികജാതി, പിന്നെ വർഗ്ഗങ്ങളെ വെട്ടി നീക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ഉപസംവരണം കൊണ്ടുവരണം അത്രയും. ഇപ്പോൾ പോലും പ്രാതിനിധ്യമില്ല, പിന്നെ എങ്ങനെ, ഏത് രീതിയിൽ ഉപസംവരണം കൊടുക്കും? വളരെ 0.001 വരെ പോപ്പുലേഷൻ ഉള്ള ജനസമുദായങ്ങളാണ്, അല്ലെങ്കിൽ ഉപജാതി വിഭാഗങ്ങളാണ് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉള്ളത്. അവർക്ക് എത്ര പോസ്റ്റ് കിട്ടുമ്പോഴാണ്, 1000 10,000 പോസ്റ്റ് വരുമ്പോഴാണോ ഒരു പോസ്റ്റ് സംവരണം കിട്ടുന്നത്? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ പട്ടികജാതിക്കാരിലും പട്ടികവർഗത്തിലും വിദ്യാഭ്യാസവും നിർവാഹകത്വവും സാമൂഹ്യ ചാലകതയും ഉള്ളവർക്ക്, യോഗ്യതയുള്ളവർക്ക് അവർക്ക് കൊടുക്കണം. പിന്നെ അവർക്ക് കിട്ടുന്നു എന്നുള്ളത് അവർക്ക് യോഗ്യത ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവരുടെ നിഷേധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു രീതിയിലും പ്രാക്ടിക്കലല്ലാത്ത ജനസമുദായങ്ങളെ, പ്രാതിനിധ്യമില്ലാത്ത ജനതയെ വീണ്ടും വെട്ടിനീക്കി സാമ്പത്തിക കുയുക്തി പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും അധികാരത്തിൽ നിന്ന് അകറ്റുന്ന ഈ പരിപാടിയാണ് ഉപസംവരണം. അതിൻ്റെ തുടക്കം ഈ ക്രീമി ലെയർ വാദത്തിലാണ്. അത് എൻ്റെ വാദമാണെന്ന് EMS 1990കളിൽ സുപ്രീം കോടതിയിൽ ഇത് അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. 58 അധികാരം കിട്ടിയപ്പോൾ ആദ്യമായി ഇറക്കിയതാണ് സാമുദായിക സംവരണത്തിനെതിരായ സാമ്പത്തിക കുതന്ത്രവാദം, കൗടില്യവാദം. അടുത്ത ദിവസം മന്നമാണ് അത് ഏറ്റെടുക്കുകയും പിന്നീട് നമുക്കറിയാം NSS ആണ് കഴിഞ്ഞ 10-60 വർഷമായി സാമുദായിക സംവരണത്തിനെതിരെ നിരവധി റിട്ടുകൾ പിന്നെ സുപ്രീം കോടതിയിൽ തന്നെ കൊടുത്ത് നടത്തി, ലക്ഷങ്ങൾ കോടികൾ തന്നെ ചെലവഴിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരമായ സാമൂഹ്യ പ്രാതിനിധ്യത്തിനെതിരെ കേസ് നടത്തിയ ഒരു വിഭാഗം എന്നും കൂടി നാം അറിയേണ്ടത്. അപ്പോൾ ഈ RSS NSS സംബന്ധം 2018 ശബരിമല ശൂദ്രലഹളയിൽ തുടങ്ങുന്നതല്ല, മറിച്ച് 57 ഗോൾവൽക്കറെ കൊണ്ടുവന്നപ്പോൾ മുതൽ 1940 സവർക്കറെ കൊണ്ടുവന്ന് ആദരിച്ചപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു വലിയ വിഷവിത്താണ്, ഭീകരതയാണ്. ബ്രാഹ്മണ്യത്തെക്കാൾ വലിയ ഭീകരതയായി ശൂദ്രത്വം അല്ലെങ്കിൽ മലയാളി കുലീനത്വം മാറിയിരിക്കുന്നു. ബ്രാഹ്മണരെക്കാൾ വലിയ ഹിന്ദുക്കളായി ചമഞ്ഞുകൊണ്ട്
RSS ആണ് ഹിന്ദുക്കളുടെ ഏക ആശാകേന്ദ്രവും ആശ്രയ കേന്ദ്രവും എന്നാണ് ഗോൾവൽക്കറെ കൊണ്ടുവന്ന് പ്രസംഗിച്ച് 57 TD ഹാളിൽ എറണാകുളത്ത് വെച്ച് മാലയിട്ട് പാദപൂജ ചെയ്തത്. ക്രിസ്തുവിന് പോലും അധിക്ഷേപമാണ് ഈ പാദപൂജയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും അത്തരം ഭീകരത 40-ൽ തുടങ്ങി 57-ൽ വീണ്ടും പുനഃസ്ഥാപിച്ചു. അതാണ് 64-ലെ ശാസ്തമംഗലം പ്രസംഗത്തിലും മുതുകുളം പ്രസംഗത്തിലും ഒക്കെ തന്നെ നടന്നത്. ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ജാതി കുറ്റകൃത്യങ്ങൾ യഥാർത്ഥ രീതിയിൽ അതിന് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള മാതൃകാപരമായ ശിക്ഷ നിയമത്തിൻ്റെ വഴിക്ക് വിട്ട ഒരു വക്കീലിനെ വെച്ച് വാദിക്കട്ടെ. ഇതിപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വിധി വരുന്നത്, എന്തെങ്കിലും വരട്ടെ. പക്ഷേ അതിന് നിയമാനുസൃതമായ നടപടി എടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ മാത്രമല്ല, ദേവസ്വം മന്ത്രിമാർ മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. ആധുനികതയുടെ ജനായത്ത മൂല്യങ്ങളെ നിരാകരിച്ചാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നവോത്ഥാനം എന്ന പരികല്പന തന്നെ അതുകൊണ്ട് വിമർശ ചിന്തകർ അത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനോദയ ആധുനികത, കേരളത്തിൻ്റെ ജ്ഞാനോദയ ചിന്ത, ജ്ഞാനോദയ ആധുനികത അല്ലെങ്കിൽ അറിവൊളി, തമിഴിൽ നിന്നെടുക്കുന്ന അറിവിൻ്റെ പ്രകാശം എന്ന രീതിയിൽ അറിവൊളി എന്നൊക്കെയുള്ള പുതിയ പ്രയോഗങ്ങളാണ് ജയരഘു അടക്കമുള്ള പുതിയ വിമർശകർ ഈ നവോത്ഥാനം പഴകിയ സംസ്കൃത പരികൽപ്പനയെ അബാൻഡൻ ചെയ്തുകൊണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഏറ്റവും വിമോചന സമര നായകന്മാർ നോക്കണേ, CIA പണം പോലും പറ്റിയെന്ന് വിമർശകർ വാദിക്കുന്ന വിമോചന സമരം, ബാലറ്റിലൂടെ പാർലമെൻറ്റിലേക്ക് വന്നിട്ടുള്ള അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സർക്കാരിനെ പുറത്താക്കാൻ വിദേശ പണം വരെ പറ്റിയെന്ന് വിമർശിക്കപ്പെടുന്ന ഒരു വിമോചന സമരത്തിൻ്റെ നായകനെ കൊച്ചേട്ടൻ്റെയൊക്കെ ആത്മകഥയിൽ പറയുന്നുണ്ട്, KK കൊച്ചിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, പട്ടിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായ കുഞ്ഞൻ എന്ന പേരിട്ട് അതിനെ തല്ലിക്കൊന്ന് അവിടെ അടക്കുകയായിരുന്നു വീട്ടുമുറ്റത്ത്. വിമോചന സമരകാലത്ത് നടന്നതാണ്. പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അതിഭീകരമായ ഹിംസ നടത്തിയ ആ വിമോചന സമരം, ഹിന്ദു മഹാമണ്ഡലം, ഈ പറയുന്ന സവർക്കർ ഗോൾവൽക്കർ പ്രഭൃതികളെ RSSനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പരിപാടി, ഇതൊക്കെ നടത്തിയ ആളെ നവോത്ഥാന നായകനാക്കിയാൽ പിന്നെ ആ നവോത്ഥാനം എന്നുള്ള ആ വാക്ക് തന്നെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നാം അറിവൊളിയെക്കുറിച്ച്, ജ്ഞാനോദയ ചിന്തയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഏതായാലും ആധുനികതയുടെ ഈ ജനായത്ത മൂല്യങ്ങൾ ഏറ്റവും വലിയ ഭീഷണിയിലാണ്, കേരളത്തിനകത്തും പുറത്ത് ഇന്ത്യയിലും. അതിനുവേണ്ടിയുള്ള പോരാട്ടം നാം ഊർജിതപ്പെടുത്തും. പ്രത്യേകിച്ചും യുക്തിവാദികളും അതുപോലെ പൗരാവകാശവാദികളും എല്ലാ ജനായത്തവാദികളും അതിനുവേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാനിവിടെ ചുരുക്കുന്നു. ഇതിനവസരം തന്ന എല്ലാ നല്ല മനുഷ്യർക്കും, കേരള യുക്തിവാദി സംഘത്തിന് പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനത്തിനും മറ്റെല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി.